അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്. മഹാനവറുകൾ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാൻ വേണ്ടിയല്ല ഹബീബിന്റെ കൂടെ കഴിയുന്നത് എന്തിനാ? വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്ക് ഏറ്റവും വലിയൊരു നന്മ ചെയ്യുമെങ്കിൽ അതിന്റെ അടയാളം അല്ലാഹു തആല അവർക്ക് ദീൻ കൊടുക്കുമെന്നാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. റബ്ബേ, ആ വിഭാഗത്തിൽ ഞങ്ങളെയൊക്കെ പെടുത്തണേ തമ്പുരാനെ. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഹബീബിന്റെ പള്ളിയിൽ ഞങ്ങൾ നിസ്കരിക്കാൻ പോകും. വലഖദ് റഅയ്തുനി വഇന്നി ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി ഇലാ ഹുജ്റതി ആയിഷ റളിയല്ലാഹു അൻഹാ മഗ്ശിയൻ അലൈ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, മദീനയിലെ റൗദയിലെ നമ്മളൊക്കെ നിസ്കരിക്കാൻ തിരക്കൂട്ടൂലേ, സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ പച്ച ഒരു കാർപ്പറ്റ് വിരിച്ച സ്ഥലം റൗള ശരീഫ്, ഹബീബിന്റെ മിമ്പറിന്റെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്തിന്റെയും ഇടയിലുള്ള സ്ഥലം. അല്ലാഹു അവിടങ്ങളിലൊക്കെ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് കിട്ടിയവർക്ക് വീണ്ടും, കിട്ടാത്തവർക്ക് വളരെ പെട്ടെന്നും അല്ലാഹു നൽകട്ടെ. ആ സ്ഥലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പല തവണ ബോധം കെട്ട് വീണിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ബോധരഹിതനായി വീണുപോയ സ്ഥലമാണത്. അഖിറു, ഞാൻ ബോധം കെട്ട് വീഴും, നിസ്കാരത്തിനിടയിൽ തളർന്ന് വീഴും. ഞാനിങ്ങനെ വീട് കിടക്കുമ്പോൾ മലഞ്ചെരുവിൽ നിന്നൊക്കെ വരുന്ന അറാബികളുണ്ട്. അവരെന്റെ കഴുത്തിനിങ്ങനെ ചവിട്ടി നോക്കും. എന്നിട്ട് പറയും, അവര് വിചാരിക്കും ഞാൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്, ഭ്രാന്തളകി വീണതാണെന്ന് വിചാരിക്കും അവര്. എന്റെ കഴുത്തിൽ അവരിങ്ങനെ ചവിട്ടി നോക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. തലകറങ്ങി ഞാൻ വീഴും. വല്ലാഹി മാ ബി മിൻ ജുനൂൻ, എനിക്ക് ഭ്രാന്തില്ല. വല്ലാഹി മാ ഹുവ ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ട് വീണു പോകുന്നതാണ്. വിശപ്പ് കൊണ്ടാണ് വീണു പോകുന്നത്, ഭ്രാന്ത് കൊണ്ടല്ല. ഞാൻ അങ്ങനെ പലതവണ വീണിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ സ്വഹാബിമാർ, അന്നഈം ലാ യുദ്റകു ബിന്നഈം. മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ സഹീഹിൽ പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ തങ്ങളുടെ അനുഭവം. 70ഓളം സ്വഹാബിമാരെ ഞാൻ കണ്ടു. ലഖദ് റഅയ്തു 70 മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 70ഓളം ആളുകൾ അഹ്ലുസ് സുഫയുടെ മദീനത്തെ പള്ളിയിലെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ സ്വഹാബിമാരിൽ 70ഓളം ആളുകൾ ദേഹത്തെ അരമുണ്ട് ധരിച്ചാൽ പിന്നെ തോളിലൊരു വസ്ത്രം ധരിക്കാനില്ലാതിരുന്ന ആളുകൾ. അരമുണ്ടുണ്ടെങ്കിൽ മേൽത്തട്ടമില്ല, മേൽത്തട്ടം തന്നെ അരമുണ്ട് തന്നെ ചിലപ്പോ കഴുത്തിലായിരിക്കും പിടിച്ചു കെട്ടുന്നത്. കാരണം നെഞ്ച് മറക്കാൻ, വയറ് മറക്കാൻ, തോള് മറക്കാൻ വസ്ത്രം വേറെയില്ല. അപ്പൊ അരമുണ്ട് കഴുത്തിൽ പിടിച്ചു കെട്ടും. നിസ്കാരത്തിൽ റുക്കുവയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ അത് കാൽമുട്ട് വരെ പൊന്തി വരുന്ന വളരെ ചെറിയ വസ്ത്രം മാത്രമുണ്ടായിരുന്ന ആളുകൾ. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ അവർ ആൺകുട്ടികളായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തനബി തങ്ങളുടെ മുമ്പിൽ ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമുണ്ട്. ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ആളുകൾ സ്വഫിൽ നിന്ന് വീണുകൊണ്ടിരിക്കും. സ്വഫിൽ നിന്ന് വീഴൽ തന്നെ, നിസ്കാരത്തിനിടയിൽ നിന്ന നൃത്തത്തിൽ ഒരുപാട് ആളുകൾ വീഴും. വിശപ്പ് കൊണ്ടാണ്, മിനൽ ഖസ്വാസ, വിശപ്പ് കൊണ്ട് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഹബീബിന്റെ സ്വഹാബിമാർ. അപ്പൊ അറാബികളൊക്കെ പറയും, ഹൗലാഇ മജാനീൻ, ഭ്രാന്തന്മാരാണെന്ന് തോന്നുന്നു, നിസ്കരിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു, നിസ്കാരത്തിൽ കിടക്കുകയാണോ എന്നൊക്കെ അവര് പറയാൻ തുടങ്ങും. അള്ളാഹുവിന്റെ ഹബീബിനറിയാം ഞങ്ങൾ വിശപ്പ് കൊണ്ട് വീണിരിക്കുകയാണെന്ന്. സലാം വീട്ടിയാൽ വീട് കിടക്കുന്ന ഓരോ സ്വഹാബിയുടെ മുമ്പിലേക്കും ലോകത്തിന്റെ കരുണയായി വന്ന നബി തങ്ങൾ വന്നിട്ട് പറയും, സ്വഹാബികളെ, നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, ഞാനും വിശപ്പിലാണ് കിടക്കുന്നത്. എന്നാൽ അറിയണേ, ലൗ തഅലമൂന മാ ലകും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മനോഹരമായ പ്രതിഫലം എത്രയാണ്. ഈ സഹിക്കുന്നതിന്റെ കൂലി, ഈ ത്യാഗത്തിന്റെ പ്രതിഫലം എത്രയാണ്, അത് നിങ്ങൾ അറിയുകയായിരുന്നെങ്കിൽ
ആയിരുന്നുവെങ്കിൽ ലഅഹ്ബബ്തും അൻ തസ്ദാദു ഫാഖതൻ വഹാജ, ദാരിദ്ര്യം ഇനിയും വേണമെന്ന് നിങ്ങൾ കൊതിച്ചുപോയേനെ. അള്ളാഹു നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിലെന്ന് ചെവിയിൽ ചെന്ന് മെല്ലെ മധുരിമയോടെ ഹബീബായ നബി പറഞ്ഞു കൊടുക്കും, നിങ്ങൾ വിഷമിക്കല്ലേ, ഈ വിശപ്പിന് ഈ ത്യാഗത്തിന് അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് സ്വർഗമാണ് സുഹാബ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് കിടക്കുന്ന സുഹാബിമാരുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫുദാലത്തുൽ ഉബൈദ് എന്നവർ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച സുഹാബിയാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഈജിപ്തിന്റെ ഗവർണറായി നിയമനം കിട്ടിയപ്പോ ഈജിപ്തിന്റെ ഗവർണറായി നിൽക്കുമ്പോ ഫുദാല റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു, ചെരുപ്പില്ലാതെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ചില ആളുകളൊക്കെ ചോദിച്ചു, അൻസൽ അമീർ വതഫഅലു ഹാദാ, നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ലേ, ഈ ഉമ്മത്തിന്റെ ഗവർണറല്ലേ, ചെരുപ്പില്ലാതെ നടക്കുകയോ, നിങ്ങൾക്ക് ചെരുപ്പ് വാങ്ങിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, നഹാനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇർഫാഹ് വഅമറനാ അൻ നഹ്തഫിയ അഹ്യാനാ, ഞങ്ങളോട് നബി തങ്ങൾ ആഡംബരം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും ചെരുപ്പില്ലാതെ നടക്കണം എന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിന്റെ പേരിൽ ആർഭാടത്തിന്റെ പേരിൽ അഹങ്കാരം നടിക്കുന്ന ആളുകളൊന്ന് ഓർക്കണമേ. ഇന്നലെ വരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ഇന്ന് അല്ലാഹു നിഅമത്ത് കൊടുത്തപ്പോ സ്വന്തം ബന്ധുക്കളെ പോലും കണ്ടില്ല എന്ന് വിചാരിക്കുന്നവർ, ദാരിദ്ര്യം എന്നൊരു കുറ്റമല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല, സമ്പത്തില്ല എന്നൊരു കുറവല്ലാതെ മറ്റൊന്നും അവർക്കില്ല. അതിന്റെ പേരിൽ നെഞ്ചു വിരിച്ച് അഹങ്കാരത്തോടെ നടക്കുകയോ അഹങ്കാരത്തോടെ ജീവിക്കുകയോ ചെയ്യുന്നവർ ഓർക്കണമേ, ഹബീബായ നബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, എപ്പോഴെങ്കിലും ചെരുപ്പുള്ള ആളുകൾ തന്നെ, ചെരുപ്പ് ധരിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ഒന്ന് ശരീരത്തെ വിനയവും താഴ്മയും ശീലിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ചിലപ്പോഴെങ്കിലും ആളുകൾക്കിടയിലൂടെ ചെരുപ്പില്ലാതെ നടക്കണമെന്ന് മുസ്തനബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ, മഹാന്മാരായ പണ്ഡിതന്മാരിൽ പൂർവ്വസൂരികളായ ആലിമീങ്ങളിൽ ചെരുപ്പില്ലാതെ നടന്ന ആലിമീങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. എപ്പോഴെങ്കിലും നിരന്തരം ചെരുപ്പിടരുത് എന്നല്ല, ചെരുപ്പ് നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട്, എന്നാൽ എപ്പോഴെങ്കിലും ചെരുപ്പില്ലാതെ പച്ച മണ്ണിലേക്ക് കാല് തട്ടുമ്പോൾ തോന്നുന്ന ഒരു വികാരമുണ്ട്. പച്ച മണ്ണിലൂടെ നടക്കുമ്പോ ഞാനൊരു പച്ച മനുഷ്യനാണ്, ഞാനൊരു അഹങ്കാരിയായിക്കൂടാ എന്ന് സ്വന്തത്തെ വല്ലപ്പോഴും ഓർമ്മിപ്പിക്കാനെങ്കിലും നിങ്ങൾ ചെരുപ്പ് ധരിക്കാതെ നടക്കണം എന്ന് നബിതങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈജിപ്തിന്റെ ഗവർണറായ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്ന് ഉറക്കെ ചൊല്ലില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്തുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന് അല്ലാഹു ഈ മജ്ലിസ് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇരിക്കും മുഅ്മിനീങ്ങളെ, ജസാക്കുമുല്ലാഹു ഖൈർ.